ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഇപ്പോഴിതാ യോഗി ആദിത്യനാഥ് 12 ജില്ലകളിൽ നടത്തിയ എൻകൗണ്ടറുകളുടെ ലിസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടപെടലുകളുടെ ലിസ്റ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 12 ജില്ലകളിൽ ക്രിമിനൽ ഷോട്ട്, അറസ്റ്റ് എന്നിവയാണ് നടത്തിയിരിക്കുന്നത്. അതായത് എൻകൗണ്ടറുകൾ, ഈ ഗുണ്ടകളുടെ അറസ്റ്റുകൾ എന്നിവയാണ് യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത്. ലോ ടേക്സ് നോ ഹോളിഡേ, അതായത് നിയമം ഒരു അവധി ദിവസം എടുക്കുന്നില്ല, നിയമം എല്ലാ ദിവസവും ഉണ്ട്, നിയമത്തിന് ഒരിക്കലും അവധിയില്ല എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യോഗി ആദിത്യനാഥിനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്നൌവിൽ റേപ്പ് അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് ലക്നൌവിൽ റേപ്പ് ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട ഒരാൾ അവിടെ വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ആഗ്രയിൽ 50K റിവാർഡ്, അതായത് 50,000 രൂപ റിവാർഡ് തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു ഗാങ്സ്റ്റർ അവിടെ പോലീസിന്റെ വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബുലാന്ദ് ഷഹറിൽ റേപ്പ് അക്യൂസ്ഡ്, അതായത് ബുലാന്ദ് ഷഹർ എന്ന് പറയുന്ന പ്രദേശത്ത് റേപ്പ് അക്യൂസ്ഡ് ആയിട്ടുള്ള ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട ഒരാൾ അവിടെയും പോലീസിന്റെ വെടിയേറ്റു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഉന്നാവോയിൽ അവിടെയും ഒരാൾക്ക്, അതായത് അവിടെയും ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗാങ്സ്റ്റർക്ക് വെടിയേറ്റു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഭല്യയിൽ 2 ഷൂട്ടൗട്ടാണ് 1 മണിക്കൂറിൽ നടന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഷംലിയിൽ 25K കൗ സ്മഗ്ലർ ഷോട്ട്, അതായത് തലയ്ക്ക് 25,000 രൂപ വിലയിട്ടിരുന്ന പശുക്കടത്തുകാരനെയാണ് അവിടെ വെടിവെച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഷഹാറൻപൂരിൽ അവിടെയും ഈ ഗുണ്ടകളുമായിട്ട് പോലീസ് ഏറ്റുമുട്ടൽ നടത്തി, എൻകൗണ്ടർ, വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി ഭഗ്പാട്ട്, ജാൻസി, ഹാപ്പൂർ, ജലാവൂൻ എന്നിങ്ങനെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ഷൂട്ടൗട്ടാണ് നടക്കാൻ പോകുന്നത്. അവിടെയുള്ള ഗാങ്സ്റ്റർമാർക്കെല്ലാം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇപ്പോൾ താക്കീത് കൊടുത്തിരിക്കുകയാണ്. ഈ പരിപാടി അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഷൂട്ടൗട്ട് നിങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നുള്ളതാണ്. മര്യാദയ്ക്ക് കീഴടങ്ങണം നിയമത്തിന് മുന്നിൽ എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതായത് മൊത്തം 12 ഡിസ്ട്രിക്റ്റുകളിൽ യോഗി നടത്തിയ എൻകൗണ്ടറുകളുടെയും ഷൂട്ടൗട്ടുകളുടെയും അറസ്റ്റുകളുടെയും ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.